നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. മിഷൻ 2026 എന്ന പദ്ധതിയുമായി BJP ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 11-ാം തീയതി തിരുവനന്തപുരത്ത് എത്തുന്നതോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കൂടി കടക്കാനുള്ള ഒരുക്കത്തിലാണ് BJP. ഇപ്പോൾ BJP ദേശീയ കൗൺസിൽ അംഗം കൃഷ്ണകുമാർജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരുക്കങ്ങൾ ഏറെക്കുറെ കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റിയൊക്കെ ചേർന്ന് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അമിത്ഷാ വരുന്നു, അതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി വരുന്നതായിട്ടുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് BJP തലസ്ഥാനത്തുള്ള സീറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരു മഹാഭാഗ്യം സംഭവിച്ചിരിക്കുന്നത്, അതായത് പ്രവർത്തകരുടെ പ്രവർത്തനത്തിന് പ്രകൃതിയോ ദൈവമോ തന്നെ ഒരു വലിയ വിജയം തന്നു തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് തന്നെ കൗൺസിലറെ ധാരാളം വർഷങ്ങൾ പ്രവൃത്തി പരിചയമുള്ള ശ്രീ രാജേഷിനെയാണ് അവിടെ മേയറുമാക്കിയിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ കേന്ദ്രം നമ്മുടെ കയ്യിലിരിക്കുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനും കിട്ടിയിരിക്കുന്നു. ജനങ്ങൾക്കിപ്പോൾ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ BJP ജയിച്ചു കയറുന്ന പാർട്ടിയാണ്. ഇത്രയും നാളും പറഞ്ഞു താമര വിരിയില്ല, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു രാത്രി കൊണ്ട് ഇതെല്ലാം മാറി മറിയുകയാണ്. നമുക്കിന്ന് കോർപ്പറേഷൻ കിട്ടിയിരിക്കുന്നു. അപ്പോൾ പല തരത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ തന്നെ ഒരു 45 ദിവസത്തിനകത്ത് ഒരു ബ്ലൂ പ്രിൻ്റ് കൊടുക്കുകയാണ്, വികസന രേഖ തന്നെ കൊടുക്കുകയാണ് തിരുവനന്തപുരത്തിനെ പറ്റി. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മുക്കും മൂലയും ഈ വികസനങ്ങൾ മുഴുവൻ നേരിട്ട് വരും. മറ്റേത് കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കും, ഇവിടെ ഒരു കണക്ക് വയ്ക്കും, എന്നിട്ട് അത് സ്റ്റിക്കർ മാറ്റി അന്ന് ഭരിച്ചിരുന്ന ഭരണകർത്താക്കളുടെ പേരിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കാണുന്ന ഒരു ശുഭലക്ഷണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിയുമ്പോൾ SIR വരും. SIR വന്നു കഴിയുമ്പോഴത്തേക്ക് അനാവശ്യമായിട്ട് ലിസ്റ്റിലുണ്ടായിരുന്ന പലരുടെയും പേരുകൾ പോകും. ശരാശരി ഒരു മണ്ഡലത്തിനകത്ത് ഒരു 15,000-20,000 വോട്ടുകൾ മാറുക എന്ന് വെച്ചാൽ അതും വലിയൊരു വ്യത്യാസം ഉണ്ടാക്കും. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടി BJP ആയിരിക്കും. ഈ തിരുവനന്തപുരം ജില്ലയാണ് BJPക്ക് എല്ലാ കാലത്തും A ക്ലാസ് മണ്ഡലങ്ങളൊക്കെ കൂടുതലുള്ളത്. ഇത്തവണയും കോർപ്പറേഷൻ ഭരണം പിടിച്ചോട് കൂടിയിട്ട് ചില മണ്ഡലങ്ങളിൽ, അതായത് ഇപ്പോൾ നേമത്തൊക്കെ 17 വാർഡുകൾ ഇത്തവണ പിടിച്ചു. കഴക്കൂട്ടത്ത്, വട്ടിയൂർക്കാവിലൊക്കെ തന്നെ വലിയ മുന്നേറ്റമാണ് ഇത്തവണ BJP ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഒരു പാൻ കേരള മുഖങ്ങൾ, അതായത് ആളുകൾക്ക് സ്ഥിര പരിചയമുള്ള മുഖങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി BJP ഒരു സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നീക്കം നടത്തുമല്ലോ. അപ്പോൾ ഉയർന്നു വരുന്ന പേരുകളിൽ ഒന്ന് കൃഷ്ണകുമാർജിയുടേതാണ്. അതിൽ 1-2 മണ്ഡലങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വട്ടിയൂർക്കാവ് മണ്ഡലം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ടോ? പാർട്ടിക്കകത്ത് എന്തൊക്കെ ആലോചന നടക്കുന്നു എനിക്ക് വ്യക്തമല്ല. എങ്കിലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ, എന്നാൽ കഴിയുന്ന രീതിയിൽ മറ്റ് പ്രവർത്തകർക്കൊപ്പം വട്ടിയൂർക്കാവിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി 3-4 അധികവും തവണ നമ്മൾ പോയി പ്രവർത്തിച്ചു. അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കുന്നു. മാത്രവുമല്ല, ഞാൻ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിനകത്താണ് 25 കൊല്ലമായിട്ട്. പിന്നെ എൻ്റെ കുടുംബം, അത് ഭാര്യയുടെ ആയിക്കോട്ടെ, എൻ്റെ ആയിക്കോട്ടെ, നമ്മൾ സംസാരിക്കുന്ന ഓഫീസ് ഉൾപ്പെടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിനകത്താണ്. അപ്പം നമ്മൾ ഇത്രയും കാലം ജീവിക്കുന്നു. അതിന് പുറമെ കഴിഞ്ഞൊരു കൃത്യം പറഞ്ഞ ഏകദേശം 1 വർഷത്തോളമായിട്ട് നമുക്ക് പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വിഷയമുണ്ടെങ്കിലും പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റുമാർ വിളിക്കും, മണ്ഡലം പ്രസിഡന്റുമാർ വിളിക്കും, നമ്മളവിടെ ചെല്ലുക. മരണമായിരിക്കും കൂടുതൽ നമ്മൾ പങ്കെടുക്കുക. പിന്നെ കുറേയധികം ഇവിടുത്തെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഒരു നാച്ചുറൽ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ പേര് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വട്ടിയൂർക്കാവിൽ തന്നെ മത്സരിക്കണമെന്ന് ഞാൻ പറയുന്ന ആളല്ല. കാരണം പാർട്ടിയുടെ ഘടനയെപ്പറ്റി നിങ്ങൾക്കും അറിയാം. പാർട്ടി താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്കും, മുകളിൽ പോയി ഏറ്റവും ഉന്നതമായ നേതൃത്വ നിര, ഇപ്പോൾ പാർലമെൻ്ററി ബോർഡെല്ലാം തീരുമാനിച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിശ്ചയിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു നാച്ചുറൽ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ പലരെ എടുത്ത് നോക്കുക. തിരുവനന്തപുരത്ത് എടുത്താൽ നമുക്ക് കഴക്കൂട്ടെന്ന് പറഞ്ഞാൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് V മുരളീധരനായിരിക്കും. അപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും നാച്ചുറലായിട്ടൊരു കാൻഡിഡേറ്റ് ഉണ്ട്. മാത്രവുമല്ല, ജനങ്ങൾക്ക് സമ്മതനായിട്ടൊരാളെയും കൂടി നിർത്തണമല്ലോ. മാത്രമല്ല, പ്രവർത്തിച്ച് പരിചയമുള്ളവരായിരിക്കണം, പാർട്ടിയുടെ ആൾക്കാർക്കും ഇഷ്ടമുള്ളവരായിരിക്കണം. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവരവരുടെ പ്രവൃത്തി മണ്ഡലത്തിൽ മത്സരിക്കാനായിരിക്കും ഏതൊരു സ്ഥാനാർത്ഥിയും ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രവൃത്തി മണ്ഡലം വട്ടിയൂർക്കാവുണ്ട്, ഞാനും ആഗ്രഹിക്കുന്നു. ബാക്കി പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിലുണ്ടായ നേട്ടം, അതിന് പക്ഷേ റിസൾട്ട് ഉണ്ടാകുന്നു. ആ റിസൾട്ടിന് പിന്നാലെ തുടർന്ന് വട്ടിയൂർക്കാവിൽ തന്നെ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോരുകയാണ് അല്ലേ? അല്ല, അതാണല്ലോ ഏറ്റവും നല്ലൊരു. കാരണം വെച്ച് കഴിഞ്ഞാൽ ജയങ്ങൾ വന്നുകൊണ്ടിരിക്കും, ജയപരാജയങ്ങളൊക്കെ വരും. നമ്മൾ നമ്മുടെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ തന്നെ ഇവിടെ ഒരു MLA ഉണ്ടായിട്ട് 7.5 വർഷമായി. ഭരിക്കുന്ന സർക്കാരും കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഈ 7.5 വർഷം കൊണ്ട് എന്താണ് വട്ടിയൂർക്കാവിൽ ഇവിടുത്തെ MLA ശ്രീ പ്രശാന്ത് ചെയ്തിരിക്കുന്നതെന്നൊന്ന് പറയട്ടെ. PR വർക്ക് മാറ്റിവെക്കുക. ഇപ്പോൾ തന്നെ വട്ടിയൂർക്കാവിനകത്തെ റോഡുകൾ പോയി നോക്കിക്കഴിഞ്ഞാൽ റോഡ് വികസനത്തിൻ്റെ പേരിൽ യുദ്ധഭൂമിയിൽ പോകുന്ന പോലെയാണ്. മുഴുവൻ ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുക. ഇത് എപ്പോൾ കിട്ടാനാണ്?
അപ്പോൾ ഇനി ഒരു 5 കൊല്ലം കൂടി കൊടുത്താലേ കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 7.5 കൊല്ലം എന്ത് ചെയ്തു? അപ്പോൾ യാതൊരുവിധ പ്ലാനിങ് ഇല്ല. അവിടുത്തെ കച്ചവടക്കാർ ഇവരാരെയും പുനരധിവസിപ്പിച്ചിട്ടില്ല. അവിടെ ജീവിക്കുന്ന ആൾക്കാർ പൊടിപടലത്തിൻ്റെ ഇടയിൽ കിടക്കുക, റോഡിൻ്റെ അവസ്ഥ പറയാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു MLA ഒരു വശത്ത്. എന്നാൽ ഇതിനു മുൻപ് ശ്രീ മുരളീധരനായിരുന്നു അവിടെ നിന്ന് ജയിച്ചിരുന്നതൊക്കെ. അദ്ദേഹം പിന്നെ പകുതിയായപ്പോഴത്തേക്ക് വടകരയ്ക്ക് പോയി ലോക്സഭയിൽ മത്സരിക്കാൻ. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് നേമത്ത് നിൽക്കുന്നു, പിന്നെ നോക്കി പിന്നെ തൃശ്ശൂർ നിൽക്കുന്നു. അപ്പോൾ സ്ഥായിയായ ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ അവിടെ ഭരിച്ചവരോ അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന MLA ആ മണ്ഡലത്തിൻ്റെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ഇരു മുന്നണികളും ഈ വട്ടിയൂർക്കാവ് എന്ന മേഖലയെ തീർത്തും അവഗണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. ഇന്നിപ്പോൾ ഭരണത്തിൽ ഇവിടെ മേയറായിട്ട് ശ്രീ രാജേഷ് വന്നിരിക്കുന്നു, ഭരണം നമുക്ക് കിട്ടി, കേന്ദ്രത്തിൽ നമുക്കുണ്ട്, എന്തു വേണോ വട്ടിയൂർക്കാവിന് തരാൻ തയ്യാറായി നിൽക്കുക. സ്വാഭാവികമായിട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ റിയാക്ഷൻ കാണും. BJP 1, 2, 3 അല്ലാതെ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് കയറും. അതിലൊന്ന് വട്ടിയൂർക്കാവായിരിക്കും. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ടത് പാർട്ടിയാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി വട്ടിയൂർക്കാവ് എന്ന ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ കോൺഫിഡൻ്റ് ആണ്. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതുതായിട്ടൊരു സ്ഥലത്ത് പോയി ഇറങ്ങുകയല്ല. 25 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നമുക്ക് വ്യക്തിപരമായ പലതരം ബന്ധങ്ങളുണ്ട്. അപ്പോൾ ആ ബന്ധങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടി കുറച്ച് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വമൊക്കെ ഡിക്ലെയർ ചെയ്ത് തരുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. വിജയസാധ്യത മാത്രമല്ല, ഭൂരിപക്ഷം കൂട്ടാനും അത് സാധിക്കും. അപ്പോൾ പൂർണ്ണമായിട്ടും വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അല്ല, അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടുത്തെ ഒരു നാച്ചുറൽ കാൻഡിഡേറ്റാണ്. എനിക്ക് എല്ലാം അറിയാം. ഇപ്പോൾ നാളെ വേറെ സ്ഥാനാർത്ഥിയാണെങ്കിലും ഞാൻ പ്രവർത്തിച്ചു കൊടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കുക, പാർട്ടി ജയിക്കുക, അത് ആരാണ് പാർട്ടിക്ക് വേണ്ടി നിൽക്കേണ്ടതെന്നുള്ള പാർട്ടി തീരുമാനിക്കും. പക്ഷേ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹങ്ങൾ വരും, പ്രത്യേകിച്ച് ഈ അതാത് മണ്ഡലങ്ങളിലെ ആകുമ്പോൾ. അതുകൊണ്ട് പാർട്ടി എന്ത് ചുമതല തരുന്നോ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുക, പാർട്ടിയെ ജയിപ്പിക്കുക. ഇതാണ് എൻ്റെ മുന്നിലെ ഉന്നം. പൂർണ്ണമായിട്ടും ആത്മവിശ്വാസത്തിലാണ് കൃഷ്ണകുമാർജി. വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം തുടർന്നുകൊണ്ടു പോരുന്നു. അങ്ങനെ ഒരു ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.